മുഖത്ത് വെക്കുന്ന കണ്ണാടി എങ്ങനെ കഴുകണം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. എങ്ങനെ സേഫ് ആയിട്ട് കഴുകണം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്, അതിന്റെ കോട്ടിങ് പോകാതെ. അതിന് നമുക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേപോലുള്ളൊരു ഫേസ് വാഷാണ്. ഫേസ് വാഷിൽ സോപ്പ് ഫ്രീ എന്ന് എഴുതിയിരിക്കുന്ന ഫേസ് വാഷ് ഉണ്ട്. അങ്ങനത്തെ ഫേസ് വാഷ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതിനുശേഷം നമ്മൾ കഴുകുന്നത് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ഇതേപോലെ ആദ്യം മുഖത്തുനിന്ന് എടുത്ത് ആദ്യം നമ്മളതിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഫേസ് വാഷ് നമ്മൾ ആദ്യം കയ്യിലെടുക്കണം. ഫേസ് വാഷ് ആദ്യം കയ്യിലെടുത്ത് നമ്മുടെ കയ്യിലത് തേച്ച് പിടിപ്പിച്ച് ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് അതൊരു ഫോം ആയതിനു ശേഷം വേണം നമ്മൾ ഇതേപോലെ ഗ്ലാസ്സിലോട്ട് നമ്മൾ ഇതേപോലെ തേച്ച് പിടിപ്പിക്കും. രണ്ട് സൈഡിലും നമ്മളത് കൈ കൊണ്ട് നമുക്ക് റബ്ബ് ചെയ്ത് ഇതേപോലെ ക്ലീൻ ചെയ്യണം. അതിൻ്റെ കണ്ണാടിയുടെ ബാക്കി പോർഷൻ കൂടെ ക്ലീൻ ചെയ്യണം. കാര്യം അവിടെയൊക്കെ ഓയിൽ മയം കാണും. അതിൻ്റെ നമ്മുടെ വെക്കുന്ന ഭാഗത്തും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എല്ലാം കഴുകി കൈയെല്ലാം കഴുകി ഗ്ലാസ്സിലോട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ ഒരു കാരണവശാലും ഇനി ഇതിൽ വിരൽ കൊണ്ട് റബ്ബ് ചെയ്യാൻ പാടില്ല. ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഒഴിച്ച് മാത്രം കഴുകിയെടുക്കുക. നമ്മളിതിൽ ഇനി റബ്ബ് ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല. അപ്പോൾ അതിലുള്ള കംപ്ലീറ്റ് ഓയിൽ മയവും പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഇതേപോലെ നമ്മുടെ കൈയെല്ലാം ആദ്യം തുടച്ചതിന് ശേഷം എന്നിട്ട് ഇതേപോലെ ഒരു ക്ലോത്ത് കിട്ടും. നമ്മൾ പുതിയതായിട്ട് ഈ ഗ്ലാസ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ക്ലോത്ത് കിട്ടും അവിടുന്ന്. അപ്പോൾ ആ ക്ലോത്ത് വെച്ച് വേണം നമ്മളിത് തുടയ്ക്കാൻ. ക്ലോത്ത് നോക്കി ഇത് മൈക്രോ ഫൈബർ ക്ലോത്തുകളാണ്. അപ്പോൾ ഇതിൽ സ്ക്രാച്ച് വരത്തില്ല. ഇതിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്, കോട്ടിങ് പോകത്തില്ല. ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് റബ്ബ് ചെയ്യാം. ഇതേപോലെ റബ്ബ് ചെയ്ത് നമുക്കത് ക്ലീൻ ചെയ്യാം. കൈ കൊണ്ട് ഇത് തൊടാനേ പാടില്ല പിന്നീട്. അതിനുശേഷം ഇനി ഇത്തിരി ക്ലോത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോട്ടൻ്റെ ടീഷർട്ട് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യണം. അല്ലാതെ ഈ സിൽക്ക് പോലുള്ള തുണികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ടീഷർട്ടാണ് ഏറ്റവും നല്ല സാധനം. മറ്റ് ക്ലോത്തിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതാണ്. സ്ക്രാച്ച് നമുക്ക് ഉണ്ടാകാതിരിക്കും. ഇതേപോലെ ക്ലീൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ ക്ലോത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ബോക്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ ഇതിൽ പൊടിയാവും. ഇതേപോലെ മടക്കി നമ്മൾ ബോക്സിൽ വെക്കണം. ഇപ്പോൾ കാണിച്ചിട്ടില്ല, ബോക്സിൻ്റെ കയ്യിലുണ്ട്, ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ബോക്സിലാണ് സൂക്ഷിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 1 ഇയർ ആകുമ്പോഴാണ് നമ്മൾ ഗ്ലാസ് മാറ്റേണ്ടത്. അത് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ ആ സ്ലിപ്പിൽ എഴുതി തരും. 1 ഇയർ ആണോ 2 ഇയർ ആണോ ഡോക്ടർ തീരുമാനിക്കുന്നവരാണ്. ഞാൻ 1 ഇയർ മാറ്റാറുണ്ട്. അങ്ങനെ ഇതുപോലെ ക്ലീൻ ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 10-20 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. എൻ്റെ ഗ്ലാസ് കണ്ടാൽ തന്നെ അറിയാം, നല്ല ക്ലീൻ ആണ്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഇപ്പോൾ ഇത് 6 മന്ത് ആയതാണ്. 6 മന്ത് കഴിഞ്ഞാൽ ഇതേ സ്ക്രാച്ചസ് ഒന്നും വരത്തില്ല. ഇതേപോലെ കഴിവാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഗ്ലാസ് ഉള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിത് വളരെ ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും.